Good morning, my dear students. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഞ്ചാമത്തെ പാഠഭാഗം തുടങ്ങിയില്ലേ? അതിലെ ഡെസിമൽ ഫോംസിന്റെ സ്ഥാനവില അഥവാ പ്ലേസ് വാല്യൂ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ സാധാരണ നമ്പറുകളുടെ പ്ലേസ് അഥവാ പ്ലേസ് വാല്യൂ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വൺസ്, ടെൻസ്, 100 എന്നുള്ള രീതിയിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക അഥവാ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു ഇല്ലേ? അത് പറഞ്ഞിട്ടല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഡെസിമൽ ഫോംസിലുള്ള ഒരു സംഖ്യയുടെ സ്ഥാനവില എങ്ങനെ കണ്ടെത്താം, ആ സ്ഥാനവില അനുസരിച്ച് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അഥവാ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം എന്നുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു ഡെസിമൽ നമ്പർ എഴുതാൻ പോവാണ് കേട്ടോ. 321.964. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെസിമൽ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത്. ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യ ഓരോ ഡിജിറ്റ് ആയിട്ടേ വായിക്കുള്ളൂ പറഞ്ഞിരുന്നു അല്ലെ. ഈ സംഖ്യയുടെ സ്ഥാനവില എങ്ങനെ, ഇത് ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ ഡെസിമൽ പോയിന്റിന് മുമ്പും ഉണ്ട് ഡിജിറ്റുകള്, ഡെസിമൽ പോയിന്റിന് ശേഷവും ഉണ്ട് കുറച്ച് ഡിജിറ്റുകൾ. അപ്പൊ അതെങ്ങനെയാണ് സ്ഥാനവില അല്ലെങ്കിൽ സ്ഥാനം പറയുക എന്നതാണ്. ആദ്യം തന്നെ പറഞ്ഞു ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള സംഖ്യകളുടെ സ്ഥാനവില നമ്മൾ ഇതുവരെ പഠിച്ച പോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ട് വൺസ്, ടെൻസ്, 100, 1000, 10,000 ആ രീതിയിൽ തന്നെയാണ് പോണേ. അതിന് വ്യത്യാസമില്ല. എന്താ പറഞ്ഞേ? ഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള സംഖ്യകളുടെ പ്ലേസ് വാല്യൂ നമുക്ക് കണക്കാക്കണമെങ്കിൽ വലത്ത് നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യണം? ഓരോ സംഖ്യയുടെയും സ്ഥാനവില ഒറ്റ, 10, 100, 1000, 10000 ആ രീതിയിൽ തന്നെയാണ് പോണേ. നമ്മൾ ഇതുവരെ പഠിച്ച അതേ രീതിയിൽ തന്നെയാണ് പോണത്. അതിന് വ്യത്യാസമില്ല. പക്ഷേ ഡെസിമൽ പോയിന്റിന് ശേഷമാണെങ്കിൽ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നമ്മൾ സ്ഥാനവില പറഞ്ഞു തുടങ്ങണത് തന്നെ. ഇവിടെയാണെങ്കിൽ വലത്ത് നിന്ന് ഇടത്തോട്ടായിരുന്നു നമ്മൾ സ്ഥാനവില പറഞ്ഞിരുന്നത്. പക്ഷെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യകളുടെ വലത്ത് നിന്ന് ഇടത്തോട്ടല്ല, എങ്ങനെയാണ്? ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നമ്മൾ സ്ഥാനവില പറയുന്നത്. അതൊരു പ്രധാന വ്യത്യാസമാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത വ്യത്യാസം എന്താന്നുള്ളതാ പറയാൻ പോണേ. ഡെസിമൽ പോയിന്റിന് ശേഷം വൺസ് എന്നുള്ളൊരു സ്ഥാനവില ഇല്ല. ഇവിടെ എന്താണ്? ഡെസിമൽ പോയിന്റിന് മുമ്പ് നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് എങ്ങനെ സ്ഥാനവില ഓർഡർ പോവാറ്? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ പ്ലേസ്. പക്ഷേ ഡെസിമൽ പോയിന്റിന് ശേഷം നമ്മൾ ഒന്നാമത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് പറയണത്. കൂടാണ്ട് എന്താണ് വ്യത്യാസം പറഞ്ഞേ? വൺസ് എന്നുള്ളൊരു സ്ഥാനവിലയേ ഇല്ല ഡെസിമൽ പോയിന്റിന് ശേഷം. പിന്നെ ഇപ്പൊ എന്ത് തൊട്ടാ തുടങ്ങണേ? ടെൻസ് ആണോ? ടെൻസ് അല്ല. എന്താ പറഞ്ഞേന്നറിയോ? നമ്മൾ അതിന്റെ കൂടെ ഒരു TH അങ്ങോട്ട് ചേർന്നു. ടെൻസ്. ടെൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് 10 കൊണ്ടേ നമ്മൾ ഇൻറ്റു ചെയ്യാറുള്ളൂ. എങ്കിൽ 10th എന്നുള്ളത് എങ്ങനെയാ എഴുതുക അറിയോ? 10ൽ 1 എന്നാണ് അർത്ഥം. അതായത് എന്ത്? 1/10 ആണ് പ്ലേസ് വാല്യൂ തുടങ്ങണത് തന്നെ. ശ്രദ്ധിച്ചോളൂ. പ്ലേസ് ഡെസിമൽ പോയിന്റിന് ശേഷം ഇടത്ത് നിന്ന് വലത്തോട്ടാണ് പ്ലേസ് വാല്യൂ പറയുന്നത്. വൺസ് തൊട്ട് ഇല്ല. വൺസ് എന്ന് പറയുന്ന സ്ഥാനവില ഇല്ല. എന്ത് തൊട്ടേ തുടങ്ങണുള്ളൂ? ടെൻസ്. ടെൻസ് അല്ല, ഒരു TH കൂടി അതിന്റെ കൂടെ ഉണ്ട്. അതിന്റെ എന്താണ് ന്യൂമറിക്കൽ ഫോം അഥവാ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുന്നത്? എന്താ? 1/10. അതായത് ആദ്യത്തെ സംഖ്യയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 10th. അതായത് 1/10 ആണ് അതിന്റെ സ്ഥാനവില. ഓക്കെ. തൊട്ടടുത്ത സംഖ്യയുടെ സ്ഥാനവില ടെൻസ് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ പറയാറ്? 100 ആണ് അല്ലെ പ്ലേസ് വാല്യൂ.
അപ്പൊ അപ്പുറത്തെ എന്താ വരിക അറിയോ? ഒരു TH അങ്ങോട്ട് കൂടുതൽ, ഹൺഡ്രഡ്സ്. പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ? ഹൺഡ്രഡ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്താണ്? അല്ലെങ്കിൽ അതിന്റെ പ്ലേസ് ന്യൂമറിക്കലായിട്ട് നമ്മൾ എന്താ പറയാ? 1/100. ഇവിടെ വെറും 100 ഉണ്ടായിരുന്നു. അപ്പുറത്തേക്ക് ആയപ്പോഴോ 1/100 ആയി. ഇവിടെ വെറും 10 ഇൻറ്റു ചെയ്ത് നമ്മൾ കാണാറുള്ളൂ. ഇവിടെ ആകുമ്പോഴോ ഡെസിമൽ കഴിയുമ്പോ 1/10 ആയി മാറി. അടുത്ത സംഖ്യ ഇടത്തുനിന്ന് വലത്തോട്ടാ പോണേട്ട് നമ്മൾ സ്ഥാനമില്ല. അടുത്ത സംഖ്യയുടെ എന്തായിരിക്കും? ഡെസിമലിന് മുമ്പായിരുന്നെങ്കിൽ 1000 ആയിരുന്നു. അപ്പൊ അപ്പുറത്താകുമ്പോഴോ ഒരു TH കൂടി. അപ്പോഴോ thousands. അതായത് അതിന്റെ 1/1000. ഇതാണ് സ്ഥാനവില വരുന്നത്. ഇതാണ്. ഇനി അടുത്തത് 10,000. ഒരു TH കൂടും. 1/10,000. ലാക്ക് 1/lakh. അത് അത്രേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോ ഇതിന്റെ ഈ ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് വാല്യൂ അഥവാ പ്ലേസ് അനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പ്ലേസുകൾ ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന്റെ പ്രധാന വ്യത്യാസങ്ങളാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞേ. ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള സംഖ്യകളുടെ വലത്തു നിന്ന് ഇടത്തോട്ട് തന്നെയാണ് പ്ലേസ് വാല്യൂ പറയുന്നത്. അത് ഏത് ഓർഡറിൽ പറയണു? വൺസ് ആണ് ആദ്യത്തെ, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000 ആ രീതിയിലാണ് വലത്തു നിന്ന് ഇടത്തോട്ട് സ്ഥാനവിലകൾ പോകുന്നത്. ഡെസിമൽ പോയിന്റിന് ശേഷമാണെങ്കിൽ പ്രധാന വ്യത്യാസങ്ങൾ എന്താ പറഞ്ഞേ? വൺസ് എന്നുള്ള സ്ഥാനവില ഇല്ല. പിന്നെയോ ഇടത്തു നിന്ന് വലത്തോട്ടാണ് സ്ഥാനവില പറയണത്. ആദ്യത്തെ സ്ഥാനവില എന്താണ്? 10th ആണ്. അതെന്ത് രീതിയിൽ എഴുതുന്നു? 1/10. പിന്നത്തെ സ്ഥാനവില ഹൺഡ്രഡ്സ് ആണ്. അതിനെ 1/100 എന്നുള്ള രീതിയിൽ എഴുതുന്നു. പിന്നത്തെ സ്ഥാനവില തൗസൻഡ്സ് ആണ്. 1/1000 എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് അഥവാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? നമുക്ക് ഇങ്ങനത്തെ ടേബിൾ ഫോമിലൊക്കെ വേണമെങ്കിൽ എഴുതാട്ടോ. ടേബിൾ ഫോം സാധാരണ പറയാറൊന്നുമില്ല. നമുക്ക് സാധാരണയായിട്ട് എങ്ങനെ പറയാറുള്ളൂ എന്നറിയോ? നമുക്ക് ഇതിപ്പോ ഞാൻ ടേബിൾ ഫോമിലാണ് എഴുതാൻ പറ്റൂ. ഇത് പ്ലേസ് വാല്യൂ, ഇവിടെ ഡിജിറ്റ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതണമെന്ന് എഴുതാം. ഡിജിറ്റ്, പ്ലേസ് വാല്യൂ ഏതൊക്കെയാണ് വരിക? ഹൺഡ്രഡ്സ് ഉണ്ട്, 100 വരുന്നുണ്ട്. അതുപോലെ ടെൻസ് വരുന്നുണ്ട്, ടെൻസ്. പിന്നെ വൺസ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഈ സംഖ്യ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതൊക്കെ സ്ഥാനവിലകളാണോ വരുന്നത് അതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ പറയുന്നത്? 10th വരുന്നുണ്ട്, 10th. അതുപോലെയോ ഹൺഡ്രഡ്സ്, THS, ഹൺഡ്രഡ്സ് വരുന്നുണ്ട്. പിന്നെയോ പിന്നത്തെ സ്ഥാനവില തൗസൻഡ്സ് വരുന്നുണ്ട്. തൗസൻഡ്സ് അതായത് ഇത് 1/10 ആണ്, ഇത് 1/100 ആണ്, ഇത് 1/1000 ആണ്, ഇത് 1 ആണ്, ഇത് 10 ആണ്, ഇത് 100 ആണ്. ഇത് ബ്രാക്കറ്റിൽ നമുക്ക് അറിയാൻ വേണ്ടി എഴുതണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ടേബിൾ ഫോമിൽ നിങ്ങൾ ആ തന്നിരിക്കുന്നതിന്റെ സ്ഥാനവില റെപ്രസെന്റ് ചെയ്ത് എഴുതൂ എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഏതൊക്കെയാണോ സ്ഥാനവിലകൾ ഉള്ളത് അതൊക്കെ നമ്മൾ ടേബിളിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് അതാത് സ്ഥാനവിലയുടെ അടിയിൽ ആ ഡിജിറ്റ് കൊണ്ട് എഴുതേണ്ട പണിയുള്ളൂ. അപ്പൊ എങ്ങനെയാ? 100, ഈ സംഖ്യയില് 100 എന്നുള്ളതിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ ഏതാ? 100. TH ഇല്ല എന്ന് കണക്കാക്കിയാൽ തന്നെ നമുക്ക് എന്താ ഉറപ്പാണ്? ഡെസിമൽ പോയിന്റിന് മുമ്പായിരിക്കും ആ സംഖ്യകളൊക്കെ വരിക. TH കൂടെ ഉണ്ടെങ്കിൽ ഈ ഡെസിമൽ പോയിന്റിന് ശേഷമാണ് അത് വരിക അല്ലെ. അപ്പൊ ഇത് 100 ആണ്, TH ഇല്ല. അപ്പൊ ഈ സംഖ്യ ഡെസിമൽ പോയിന്റിന് മുമ്പ് വൺസ്, ടെൻസ്, 100, 3 ആണ് അതിന്റെ നേരെ വരുന്നത് അല്ലെ. അതുപോലെ ടെൻസിന്റെ നേരെ എന്താ വരിക? ടെൻസിന്റെ പ്ലേസിൽ 2, വൺസിന്റെ പ്ലേസിൽ 1. ഇനി 1/10ന്റെ പ്ലേസിൽ, അതായത് 10th പ്ലേസിൽ ഡെസിമൽ പോയിന്റ് കഴിയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടല്ല പറയേണ്ടത്, ഇവിടുന്ന് അങ്ങോട്ടാ പറയേണ്ടതായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. 10th പ്ലേസിൽ ഏതാ ഡിജിറ്റ് കിടക്കണേ? 9. 1/100 എന്നുള്ളതിന്റെ പ്ലേസിൽ ഏതാ? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 6. അതുപോലെ തൗസൻഡ്സിന്റെ പ്ലേസിൽ 4. ഇത് ചിലപ്പോ ചോദിക്കാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ എങ്ങനെ ടേബിൾ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളത് എഴുതണം.
ഇതിനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക നോക്കൂ. ഈ സംഖ്യയാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് എഴുതി തുടങ്ങുന്നത്. അതായത് എങ്ങനെയാണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക? ആ സംഖ്യ ഇൻറ്റു അതിന്റെ സ്ഥാനവില പ്ലസ് അടുത്ത സംഖ്യ ഇൻറ്റു അതിന്റെ സ്ഥാനവില പ്ലസ് പിന്നത്തെ സംഖ്യ ഇൻറ്റു അതിന്റെ സ്ഥാനം ഏതാച്ചാൽ അത്. അപ്പൊ ഇവിടെ ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. 3 ഇൻറ്റു അതിന്റെ സ്ഥാനവില എത്രയാ? 1s 10s 100. 3 ഇൻറ്റു 100. അപ്പൊ 3 എന്നുള്ള സംഖ്യയുടെ പണി കഴിഞ്ഞു. പ്ലസ് അടുത്ത ഡിജിറ്റ് എടുത്തു 2 ഇൻറ്റു അതിന്റെ സ്ഥാനം എന്താ? 1s 10s 10 ആണ് വരുന്നത്. പ്ലസ് അടുത്ത സംഖ്യ എടുത്തു എന്താണ്? 1 ഇൻറ്റു അതിന്റെ സ്ഥാനവില സ്ഥാനം എത്രയാ? 1s 1 പ്ലസ് പ്ലസ് ഇട്ടു. കാരണം എന്താ? ഈ സംഖ്യ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അപ്പുറത്തുണ്ട് സംഖ്യകൾ. അപ്പൊ ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള സംഖ്യകളുടെ ഒക്കെ നമ്മൾ സ്ഥാനം അനുസരിച്ചിട്ട് ഇൻറ്റു ചെയ്ത് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്ലസ് ഇട്ടിട്ട് അടുത്ത സംഖ്യ എടുത്തു 9 ഇൻറ്റു അതിന്റെ സ്ഥാനം എന്താ? 10th ആണ്. 10th എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/10 ആണ് അതിന്റെ സ്ഥാനം. അപ്പൊ 9 ഇൻറ്റു 1/10 പ്ലസ് 9ന്റെ ജോലി കഴിഞ്ഞു. അടുത്തത് എന്താ? 6 ഇൻറ്റു അതിന്റെ സ്ഥാനം എന്താ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ഥാനം പറയാം. അപ്പൊ ഇവിടെ 10th പിന്നത്തെ എന്താ? 100s. അതായത് എന്താ? 1/100 പ്ലസ് അടുത്ത സംഖ്യ 4 ഇൻറ്റു അതിന്റെ എന്താ സ്ഥാനവില വരിക? 10th 100s 1000s അല്ലേ വരുന്നത്? അതെത്രയാ? 1/1000. That is equal to നമ്മൾ ഇതന്നെ എഴുതാൻ പോകണം. എങ്ങനെയാ? 300 plus 2 into 10 20 plus 1 into 1 plus 9 into ന്യൂമറേറ്ററുകളല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 9 into 1 9/10 അതേപോലെ തന്നെ എഴുതി. പ്ലസ് 6 into 1 6 by ഡിനോമിനേറ്റർ അതേപോലെ തന്നെ 100 പ്ലസ് 4 into 1 4 by ഡിനോമിനേറ്ററിൽ അടിയിലൊന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല, അതുകൊണ്ട് 4/1000. ഇതാണ് നമ്മുടെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ടേബിൾ ഫോമിൽ എഴുതാൻ പറഞ്ഞാല് തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനങ്ങൾ മുകളിൽ ഹെഡിങ് ആയിട്ട് എഴുതി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ്സുകൾ താഴെ എടുത്ത് എഴുതിയാൽ മതി. ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, ടെക്സ്റ്റിലുള്ളതാണ്. ടേബിൾ ഫോമിലും നമുക്ക് എഴുതാനായിട്ട് അറിയാം. ഓക്കെ, ചെറുതായിട്ട് കുറച്ച് ലേശം മനസ്സിലായി അല്ലേ? നമുക്ക് അടുത്ത കണക്കുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോംവർക്ക് അല്ല എക്സസൈസിലേക്ക് പോയാലോ? പേജ് നമ്പർ 81-ലുണ്ട് കേട്ടോ. എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ പിരിച്ചെഴുതാമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ ക്യാൻ യു സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ബിലോ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് അതിലെ എ എന്ന് പറയുന്നത് എന്താണ്? 1.42. ടെക്സ്റ്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ടീച്ചർ അതെല്ലാം കൂടെ നോട്ട്ബുക്കിലേക്ക് ചെയ്യണില്ല എന്നേ ഉള്ളൂ. അതിൽ തന്നെ ആൻസർ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, ആൻസർ ഉള്ളത് തന്നെയാണ് ടെക്സ്റ്റിലെ. അപ്പൊ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ, ചെയ്ത് നോക്കണേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്? നമുക്ക് ടേബിൾ ഫോമിൽ എഴുതാം, അല്ലെങ്കിലോ ഇൻറ്റു ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് ടേബിൾ ഫോമിൽ എഴുതാൻ നന്നായിട്ട് പഠിക്കേണ്ട വലിയ ബുദ്ധിമുട്ടില്ല. അത് സ്ഥാനം അനുസരിച്ചിട്ട് അടിച്ചിട്ട് എഴുതല്ലേ വേണ്ടു. ഇതാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ എഴുതുകയാണ്. അപ്പൊ ഇത് എങ്ങനെയാ എഴുതുക? ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള സംഖ്യ ആദ്യം എഴുതി 1 ഇൻറ്റു അതിന്റെ സ്ഥാനത്തിൽ എന്താ? 1s അല്ലെ? ഒരു സംഖ്യ ഉള്ളൂ. അപ്പൊ 1 into 1 പ്ലസ് ഇനി ഡെസിമൽ പോയിന്റിന് ശേഷമാണ് സംഖ്യകൾ എടുക്കുന്നത്. 4ന്റെ ഇടത്തുനിന്ന് വലത്തോട്ടല്ലേ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ സ്ഥാനവില നോക്കുക. അതിന്റെ ആദ്യത്തെ സ്ഥാനവില ഏതാ വരിക? 10th ആണ് വരിക അല്ലെ? അപ്പൊ ആദ്യത്തെ സ്ഥാനവില സംഖ്യ എഴുതി, അതിന്റെ സ്ഥാനവില എന്താ എഴുതുക? 1/10 പ്ലസ് അടുത്ത സംഖ്യ എഴുതി 2 ഇൻറ്റു 10th കഴിഞ്ഞാൽ അടുത്ത സ്ഥാനവില എന്താ? 100s ആണ്. അതെങ്ങനെയാ വരിക? 1/100. ഇത് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതുക. 1 into 1 1 പ്ലസ് 4 into 1 ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തു. 4 into 1 4 by
ഡിനോമിനേറ്ററിൽ ഒന്നും പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാനില്ലാത്തതുകൊണ്ട് 10 തന്നെ എഴുതി. അടുത്ത സംഖ്യ 2 into 1 ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു 2 കിട്ടി. ഡിനോമിനേറ്ററിൽ സംഖ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ട് 100 തന്നെ എഴുതുക. അതാ ഇങ്ങനെ 2 വര വരച്ച് എഴുതിയ സംഭവം കഴിഞ്ഞു. സ്പ്ലിറ്റ് ചെയ്ത് എഴുതൽ കഴിഞ്ഞിട്ടാ. ബി ക്വസ്റ്റ്യൻ എന്താണ്? 16.8. ഞാൻ അവിടെ എഴുതാൻ പോവാണ്. നിങ്ങൾ പറയുക, അതനുസരിച്ച് ഞാൻ എഴുതാൻ പോവാണ്. ഡെസിമലിന് മുമ്പുള്ള സംഖ്യകൾ ഇവിടെ തൊട്ട് എടുത്തുനിന്ന് തുടങ്ങുന്നത്. 1 into അതിന്റെ സ്ഥാനവില എന്താ? വൺസ്, ടെൻസ്. 10 അല്ലേ വരിക സ്ഥാനവില? യെസ്. പ്ലസ് അടുത്ത സംഖ്യ 6 into അതിന്റെ സ്ഥാനവില എന്താ? വൺസ് അല്ലേ? അപ്പൊ 1 പ്ലസ് ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ്. ഒരു സംഖ്യയേ ഉള്ളൂ. 8 into അതിന്റെ സ്ഥാനവില എന്താ? 10th. അതായത് 1/10. That is equal to എന്ത് വരും? 1 into 10. 10 plus 6 into 1 6 plus 8 into 1 8 by denominator 10. ഒരെണ്ണം കൂടിയേ ചെയ്യുള്ളൂ. അടുത്തത് ബാക്കി മൂന്നെണ്ണം നിങ്ങൾ തന്നെ ചെയ്യണേ. 126.360 എഴുതാൻ പോവാണ്. 1 into ones, tens, 100. അപ്പൊ 100 പ്ലസ് 2 into 10 അല്ലേ വരിക? 6 into ones അല്ലേ വരിക? ഈ ഡെസിമലിന് ശേഷമാണ് 3 into പ്ലേസ് എന്താ? 1/10. ഒപ്പം പറയണം 6 into hundreds ആണ് 1/100 പ്ലസ് 0 into ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഒന്നും ഇല്ല. എന്നാൽ അത് എക്സ്പാൻഷനിൽ അത് എഴുതി 0 into എന്ത് എഴുതി? 1/1000. അപ്പൊ എന്ത് ചെയ്തു? 100 പ്ലസ് 2 into 10 20 പ്ലസ് 6 പ്ലസ് 3 into 1/10 3/10 പ്ലസ് 6 into 1/100 6/100 പ്ലസ് 0 ആണ് വരിക. 0 into എന്നുള്ളത് വന്നാൽ അതിന്റെ ആൻസർ 0 അല്ലേ വരിക? അപ്പൊ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയുള്ള പ്രോബ്ലത്തിലും സീറോസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻറ്റു എടുത്ത് എഴുതുമ്പോൾ നമ്മൾ 0 into എന്ന് പറഞ്ഞിട്ട് എഴുതണം. പിന്നെ വീണ്ടും നമ്മൾ ഇതായിട്ട് ആൻസർ എഴുതില്ല. ആ സ്ഥാനത്ത് പ്ലസ് 0 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം 0 into ഏതൊരു സംഖ്യയുടെ ആൻസർ 0 തന്നെയല്ലേ വരിക? അപ്പൊ അത് വീണ്ടും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇനിയത്തെ മൂന്നെണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ പോവുകയാണ്. അതായത് 1.064 3.002 0.007 അത് നിങ്ങൾ മൂന്നെണ്ണം ഹോംവർക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അതേപോലെ തന്നെ ടീച്ചർ ടേബിൾ മെത്തേഡ് കാണിച്ചു തന്നില്ല, അതും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരെണ്ണേ ടീച്ചർ കാണിച്ചു തന്നുള്ളൂ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എഴുതണം. ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ്. നെക്സ്റ്റ് നമുക്ക് മെഷർമെന്റ്സ് എഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് ആണ് വരുന്നത്. മെഷർമെന്റ്സ് എഗെയിൻ, അളവുകൾ. മെഷർമെന്റ്സ് എഗെയിൻ എന്ന് പറഞ്ഞിട്ട്, അതായത് വീണ്ടും അളവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അതില് നമുക്കൊരു ടേബിള്, അതിന് മുമ്പ് തന്നെ നമുക്ക് ആ ടേബിള് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കാം പിന്നത്തെ കാര്യം പറയുന്നത്. ഒരു ടേബിൾ ഉണ്ടല്ലോ, അത് നേരെ എക്സസൈസ്, ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സർക്കിളിനകത്തുള്ള പ്രോബ്ലം ഉണ്ട്, അത് ടീച്ചർ ഈ ടേബിൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ മെഷർമെന്റ്സ് എഗെയിൻ എന്നുള്ളതിൽ ഡയറക്റ്റ് ആയിട്ട് ആ ടേബിളിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് ആ ടേബിളിലാണ് പോകുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മെഷർമെന്റ്സ്, അതുപോലെ ഫ്രാക്ഷൻ, ഡെസിമൽ. മലയാളത്തിലാണെങ്കിൽ അളവ്, ഭിന്നം, ദശാംശം. നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ് മെത്തേഡ്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതായത് നമ്മുടെ നോർമൽ ഫോമിൽ തരും, നിങ്ങൾ ഫ്രാക്ഷൻ ഫോമിലാക്കുക, വീണ്ടും ഡെസിമൽ ഫോമിലാക്കുക. അതായത് 45 സെന്റിമീറ്റർ ആണ് ആദ്യത്തെ തന്നിട്ടുള്ളത്. അതിന്റെ ഫ്രാക്ഷൻ ഫോമും ഡെസിമൽ ഫോമും എഴുതണം. എന്തിലേക്കാ ആക്കേണ്ടത്? മീറ്ററിലേക്കാണ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിനെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് പ്രോബ്ലംസ്, അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യണത്? 45 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോ by 100. ഇനി നിങ്ങൾ വേഗം വേഗം പറഞ്ഞിട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ആവുന്നതാ.
45/100 ആണ് വരിക. അതിന്റെ ഡെസിമൽ ഫോം എന്ത് വരും? 2 പൂജ്യമാണ്. അപ്പൊ ഇവിടെയാണ് പോയിന്റ് വരിക അല്ലെ. അപ്പൊ 0.45 ആണ് വരുന്നത് കേട്ടോ. ബി ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? 315 ഗ്രാം 315 ഗ്രാം ആണ് വരുന്നത്. അതിനെന്താക്കണ്ടേ? കിലോഗ്രാമിലേക്കാണ് ആക്കേണ്ടത്. രണ്ടും കിലോഗ്രാമിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ 315 ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ എന്താണ് ആ ടേബിൾ ഓർത്തിട്ട് പറയൂ. ബൈ 1000 ആണ് വരിക കേട്ടോ. ഓർമ്മിച്ചോളൂ. 315/1000 ഗ്രാം ആണ് വരുന്നത്. സോറി, കിലോഗ്രാം ആണ് വരുന്നത്. അതിന്റെ ഡെസിമൽ ഫോം എഴുതണമെങ്കിൽ 3 പൂജ്യമാണുള്ളത്. അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. 0.315 കിലോഗ്രാം. പറ്റുന്നുണ്ടല്ലോ അല്ലെ ടീച്ചറുടെ ഒപ്പം മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കണില്ലേ? അടുത്തത് എന്താണ്? 355 മില്ലിഗ്രാം മില്ലി ലിറ്റർ അല്ലെ. 3 അല്ല 455 ആണ്. 455 മില്ലി ലിറ്റർ. അതിന് തന്നെ നമുക്ക് മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്കാണ് ആക്കേണ്ടത്. അപ്പൊ ഇത് തന്നെയാണ് കിലോഗ്രാമിന്റെ ഇല്ലേ വരിക. 455/1000 ലിറ്റർ എന്നല്ലേ വരിക. അതിന്റെ തന്നെ ഡെസിമൽ ഫോം എന്താ? 3 പൂജ്യങ്ങളുണ്ട്. 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ എന്താ വരിക? 0.455 ലിറ്റർ അല്ലേ വരുന്നേ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ബൈ 100, ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ ബൈ 1000, മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാനും ബൈ 1000. അടുത്തത് എന്താണ്? 5/100 മീറ്ററിന്റെ ഇവിടെയാ തന്നെയാണ്. നമുക്ക് ഫ്രാക്ഷൻ ഫോം തന്നിട്ടുണ്ട്. 5/100 മീറ്റർ. ഇതിന്റെ ഡെസിമൽ വേഗം എഴുതാൻ സാധിക്കും. എന്താ വരിക? 2 പൂജ്യങ്ങളുണ്ട്. എന്റെ കയ്യിൽ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ ഒരു സ്ഥാനം കൂടി കിട്ടാൻ എന്താ ചെയ്യണ്ടേ? 0 ചേർക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്താ പറയാ? 0.05 മീറ്റർ. അപ്പൊ ഇവിടെ എന്താ വരിക? നമുക്ക് ഇവിടെ എന്താണ് വരുന്നത്? സെന്റിമീറ്ററിലേക്ക് ആക്കാനല്ലേ. ഇവിടെ സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? ഇവിടെ 5/100 മീറ്റർ ആണ്. അതിന്റെ സെന്റിമീറ്റർ ഫോം എന്താ? 5 അല്ലേ. ഈ 5 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോഴാണ് തന്നിരിക്കുന്ന സംഖ്യ ബൈ 100 വരുന്നത് അല്ലേ. അപ്പൊ 5 സെന്റിമീറ്റർ ആണ് ഇവിടെ വരിക. അതിനെയാണ് ഞാൻ മീറ്ററിലേക്ക് ആക്കിയപ്പോൾ 5/100 മീറ്റർ ആയി. അതിന്റെ ഡെസിമൽ ഫോം എന്ത് കിട്ടി? 0.05 മീറ്റർ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? 42/1000 kg. ഇവിടെ തന്നെയാ തന്നിരിക്കുന്നത്. 42/1000 kg. അതിന്റെ തന്നെ നമുക്ക് എന്താണ് ഡെസിമൽ ഫോം കണ്ടെത്താൻ എളുപ്പമാണല്ലോ. എന്താ വരിക? 3 പൂജ്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ 2 ഡിജിറ്റ് എന്റെ കയ്യിലുള്ളൂ. ഒരു ഡിജിറ്റും കൂടി എനിക്ക് എക്സ്ട്രാ വേണം. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഒരു 0 ആഡ് ചെയ്യണ്ടേ? എന്നാലല്ലേ 3 ഡിജിറ്റ്. അതായത് എങ്ങനെ വരും? 0.042. കാരണം ഇവിടെ 3 സീറോസ് ഉണ്ട്. എന്റെ കയ്യിൽ 2 ഡിജിറ്റേ ഉള്ളൂ. ഒരു ഡിജിറ്റും കൂടി കിട്ടാനായിട്ട് ഞാൻ ഇടത് ഭാഗത്ത് ഒരു 0 ഇട്ടു. ഇവിടെ എന്താ വരിക? ഗ്രാമിലാണ് എഴുതേണ്ടത്. ആ ഗ്രാം എത്ര സംഖ്യ? ഗ്രാം 42 ഗ്രാം അല്ലേ. ആ 42 ഗ്രാമിനെ കിലോഗ്രാം ആക്കുമ്പോഴാണ് 42/1000 എന്ന് വരുന്നത്. അപ്പൊ 42 ഗ്രാം ആണ് ഇവിടെ വരുന്നേ. മനസ്സിലായി പോണ്ടല്ലേ? മുകളിലത്തെ മായ്ക്കാലോ അല്ലേ. ഇനിയോ എഫ് എന്താ? 0.035 ലിറ്റർ. 0.035 ലിറ്റർ ഇവിടെയാണ് തന്നേക്കുന്നത്. 0.035 ലിറ്റർ. അതിനെ എന്താക്കണം? നമുക്ക് ഫ്രാക്ഷൻ ഫോമും നോർമൽ ഫോമും നോക്കണം. അതായത് മില്ലി ലിറ്ററിലാണ് ഇത് ലിറ്ററിലാണ്, ഇത് മില്ലി ലിറ്ററിലാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ ഫോം നമുക്ക് കാണാൻ പറ്റുമല്ലോ. എങ്ങനെയാ? ഡിനോമിനേറ്റർ ആദ്യം എഴുതി. ഡിനോമിനേറ്റർ എഴുതിയപ്പോ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങളുണ്ട്. 3 പൂജ്യം എഴുതിയിട്ട് ഇടത് ഭാഗത്ത് 1 ഇട്ടു കേട്ടോ.
ന്യൂമറേറ്റർ എങ്ങനെ എഴുതാൻ പറഞ്ഞേക്കണത്? ഡെസിമൽ ഇല്ല എന്ന് കണക്കാക്കിയിട്ട് ഞാൻ ആ സംഖ്യകൾ മുഴുവൻ അവിടെ എഴുതി 0035 എന്ന് എഴുതി. അപ്പോ നമ്മുടെ ഈ സംഖ്യകൾക്ക് മുമ്പുള്ള സീറോസിന് വിലയില്ല എന്നുള്ളത് കൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. എന്തേ വരുള്ളൂ? 35/1000 ലിറ്റർ എന്നേ വരുള്ളൂ. അപ്പൊ ഇവിടെ എത്ര മില്ലി ലിറ്ററാ വരിക? 35 മില്ലി ലിറ്റർ. അതിനെ ലിറ്ററിലേക്ക് ആക്കിയപ്പോ 1000 ആയി അല്ലേ വരണേ? ഓക്കേ, ദിനീഷ മനസ്സിലാവുന്നുണ്ടെന്ന് അല്ലേ? അടുത്ത എന്താണ്? 3 കിലോഗ്രാം 5 ഗ്രാം അല്ലേ? 3 kg 5g. ഇതൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ കിലോഗ്രാം ആക്കണം, ഇതും ഡെസിമലിൽ കിലോഗ്രാം ആക്കാനാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? 3 ഗ്രാമിനെ ആക്കുമ്പോ 5/1000 അല്ലേ വരണേ? 5/1000 kg. ഈ 5 ഗ്രാമിനെ ഈ സംഖ്യകൾ ഒരുമിച്ച് എഴുതിയേ ഉള്ളൂ ഇവിടെ. 3 എന്നുള്ളതിന് വ്യത്യാസമൊന്നും വരുന്നില്ല, kg തന്നെയാണ്. 5 ഗ്രാമിന് 5/1000 kg എന്ന് എഴുതി. ഇനി 5/1000ന്റെ ഡെസിമൽ ഈ 3 കളയരുതട്ടോ. 5/1000 ഇതിനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാലോ നമുക്ക്. ഇതിനെ ഈ മിക്സഡിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇംപ്രോപ്പർ ആക്കാം. 1000 into 3 3000 plus 5 3005/1000 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോഴാവും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെസിമൽ ആക്കാൻ എളുപ്പം. അപ്പൊ ഇത് ഈ രണ്ട് രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും മതി. ഇത് മിക്സഡ് ഫോമിൽ കിട്ടി. അതിനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കണമെങ്കിൽ 1000 into 3 ആ ഉത്തരം +5/1000 എന്നുള്ളത് എഴുതിയിട്ട് 3005/1000. അതിന്റെ ഡെസിമൽ ഫോം എന്താ? 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോ 3.005 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കുറച്ച് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടി പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകില്ല. എഴുതി പഠിക്കണം. അപ്പോ H എന്താണ്? H 2 ലിറ്റർ 7 മില്ലി ലിറ്റർ അല്ലേ? 2 ലിറ്റർ 7 മില്ലി ലിറ്റർ എങ്ങനെയാ കിട്ടാൻ നോക്കുക കേട്ടോ. എങ്ങനെയാണ്? 2 7/1000. അതിന് തന്നെ എങ്ങനെ എഴുതാം? 1000 into 2 2000. 2007/1000 ലിറ്റർ. ഇവിടെയും ലിറ്റർ ആണ്. C equal to അല്ല. ഇതിന്റെ ഡെസിമൽ ഫോം എന്താ വരിക? 3 ഉണ്ട്. ന്യൂമറേറ്ററിലെ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടപ്പോ 2.007 ലിറ്റർ. അതേപോലെ തന്നെയാണ് അടുത്തതും. 3 മീറ്റർ 7 സെന്റിമീറ്റർ അല്ലേ? 3 മീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. 3 മീറ്റർ 4 സെന്റിമീറ്റർ തന്നെ 2 പ്രാവശ്യം ഇതാക്കി വന്നിട്ടുണ്ട്. എങ്ങനെ? 2 അല്ല 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഒരൊറ്റെണ്ണം ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ വരും? 4/100 മീറ്റർ. ഇതിന് തന്നെ എന്ത് പറയണു? 304/100 മീറ്റർ അല്ലെ? 100 3 എന്നുള്ളതിനെ വ്യത്യാസം വരുത്തുന്നില്ല. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയപ്പോ 4/100 മീറ്റർ എന്ന് എഴുതി. ഇത് മിശ്ര ഭിന്നമാണ്. അതിന് ഞാൻ എന്താക്കി മാറ്റി? ഇംപ്രോപ്പർ. 100 into 3 300 plus 4 304/100 മീറ്റർ. അതിന്റെ ഡെസിമൽ ഫോം എന്ത് വരും? 3.04 മീറ്റർ. ഓക്കെ, അതില് ഇങ്ങനത്തെ ടീച്ചർ എന്നാ ചെയ്യാലേ? അതാവും എളുപ്പം. മുകളിലത്തെ മാച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വെച്ചാൽ ജെ എന്താണ്? 4 കിലോഗ്രാം 50 ഗ്രാം 4 kg 50g എന്ത് വരും? 450/1000 kg എന്നല്ലേ വരുന്നേ? അതായത് 4050/1000 kg എന്ന് വരും അല്ലെ? ഈ മിക്സഡ് ഫോമിനെ നോർമൽ ഫോമിലാക്കുമ്പോ
അതിന്റെ ഡെസിമൽ ഫോം എന്താ വരിക? 4.050 kg. ഈ സീറോക്ക് വിലയില്ല, അതിനെ എങ്ങനെ എഴുതാം? 4.05 kg എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ടീച്ചർ അത് പറഞ്ഞില്ലേ, സംഖ്യ കഴിഞ്ഞിട്ട് സീറോസുകൾ കുറെ ഉണ്ടെങ്കിൽ ആ സീറോസ് എഴുതാണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം. പക്ഷെ സംഖ്യകൾക്ക് മുമ്പുള്ള സീറോന് വിലയുണ്ട് കേട്ടാ. സംഖ്യ കഴിഞ്ഞിട്ട് സീറോകൾ മാത്രമേ എഴുതൂ, പിന്നെ വാല്യൂബിൾ ആയിട്ടുള്ള ഡിജിറ്റ് ഇല്ല എങ്കിൽ ആ സീറോ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എന്താണ്? 4 kg 5g ആണ് ഇതിന്. 4 kg 5g അതെങ്ങനെ ചെയ്യും? 4 kg 5g എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണോ? 5/1000 kg. അത് തന്നെ എങ്ങനെയാ വരിക? 4005/1000 kg എന്ന് വരും അല്ലേ? 1000 into 4 4000 plus 5 എന്ന് പറയുമ്പോൾ 4005/1000 kg എന്ന് വരും. അതിനെന്താ? 4.005 kg എന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലോ? ഇനി നമുക്ക് ഒരു 4 കണക്കും കൂടി അതിൽ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. തന്നെ ചെയ്യാൻ പറ്റും തോന്നില്ലേ? നമ്മൾ ഓൾറെഡി ഹോംവർക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. ഈ എടുത്തത് നന്നായിട്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് തന്നെ എഴുതി പഠിച്ചോളൂ. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടോളൂ. പെട്ടെന്ന് ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവണം എന്നില്ല കേട്ടോ. അപ്പൊ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണേ. ഓക്കെ, അപ്പൊ നിർത്തട്ടെ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.